ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് സ്റ്റോപ്പ് ചെയ്യാ, സംസാരിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ? ഏറ്റവും ശക്തമായിട്ട് ഇൻഡസ്ട്രിയിൽ കമ്മിറ്റുന്ന ഒരു സംഘടനയാണ് ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെ സംഘടന. ഇങ്ങനെ എന്റെ ഒരു ചർച്ചയാണ് കേൾക്കുന്നത് കേട്ടോ റിപ്പോർട്ട് ടിവിയില്. വിഷയം എന്താണെന്ന് വെച്ചാല് അതിൽ തൊഴിലാളി വിഭാഗം ഭയങ്കര ബോൾഡാണ്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്നുള്ള പുതിയ സംഘടനയിലേക്ക് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ FB പോസ്റ്റ് ഞാൻ തൽക്കാലം അതിലില്ല, എന്റെ അറിവോടെയല്ല എന്റെ പേര് വന്നിട്ടുള്ള എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റാണ് FB വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ അത് റിപ്പോർട്ടർ ചെയ്ത ഡോക്ടർ അരുൺകുമാർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. പുതിയ ഫിലിം മേക്കേഴ്സ് ഈ ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് സംഘടന വരുന്നുണ്ട്, അതില് ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ മെയിൻ ആളാണ് എന്നുള്ള രീതിയിൽ അവരൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് എല്ലാ റിപ്പോർട്ടറും തകിടം മറിച്ചുകൊണ്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ FB പോസ്റ്റ് വന്നിട്ടുള്ളത്. എന്റെ അറിവോടെ അല്ല, ഞാൻ അറിയില്ല എന്നുള്ളത്. അപ്പൊ അത് ഡോക്ടർ അരുൺ ഒന്നുകൂടി ഒന്ന് കൃത്യത വരുത്തുകയാണ്. കാരണം അരുണാണല്ലോ അപ്പോൾ റിപ്പോർട്ട് പുറത്ത് വിട്ടത് ഇങ്ങനെ ഇവരെ കണ്ടെന്നുള്ളത്. അപ്പോൾ എതിരായിട്ട് FB വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിനയനെ വിളിച്ചു വരുത്തി ചോദിക്കുകയാണ് കാര്യങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ എനിക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനൊന്നും വലിയ കയമ്പില്ല. ഫിലിം എന്നുള്ളത് പണം മുടക്കുന്ന ആളുകൾ, നിർമ്മാതാക്കളുടെ അണ്ടർ തന്നെ കാര്യങ്ങൾ നീക്കാം. പിന്നെ നമ്മുടെ നാട്ടിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായുള്ള തൊഴിലാളികൾക്കുള്ള കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ട്, അത് നേടിയെടുക്കണം എന്നുള്ള യാതൊരു തർക്കമല്ല. പക്ഷെ ഫിലിം എന്നുള്ളത് ഒരു പ്രത്യേകതരം ഒരു ഇൻഡസ്ട്രിയാണെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മാഫിയകളൊക്കെ എന്തായാലും ഉണ്ടാവും. മാഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈസ ഇപ്പോൾ ഞാൻ മുടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മുടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക. നിർമ്മാതാവായിരിക്കും, സംവിധായകനും നായകനും ഒക്കെ സൂപ്പർ സ്റ്റാറുകളായിരിക്കും, അവർക്കും ഒരു കൺട്രോൾ ഉണ്ടാവും എന്നുണ്ടാവും, സംശയമൊന്നുമില്ല. കാരണം ഈ നിർമ്മാതാവ് പണം മുടക്കിയാലും ഇതിന്റെ ബിസിനസ് നടക്കുന്നത് മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ, അതാണോ പെണ്ണോ, ഇവിടെ മെയിനായിട്ട് പുരുഷ മേധാവിത്വം ആയതുകൊണ്ട് പുരുഷൻ തന്നെ, സംശയമൊന്നുമില്ല. ഒരു പടം 10 കോടി മുടക്കുന്ന പടമാണെങ്കിൽ ഒരു 6 കോടി 7 കോടിയോളം ഈ നായക നടൻ തന്നെ കൊണ്ടുപോകും. ബാക്കി 3 കോടി കൊണ്ടാണ് ഈ ഫിലിം പുറത്തോട്ട് വിടുന്നത്. നിർമ്മാതാവ് 10 കോടി മുടക്കുമ്പോൾ ബിസിനസ്സാണ്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അത് ആരാണെങ്കിലും. അപ്പോൾ അത്യധികമായിട്ട് പണം മുടക്കുന്നവൻ തന്നെയാണ് എന്ത് ചെയ്യണം, ആരഭിനയിക്കണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക. അതിൽ സംശയമൊന്നുമില്ല. അതിൽക്കൊന്നും സംഘടനകൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന എനിക്കറിയില്ല. എങ്കിലും ഒരു മാന്യത പുലർത്തുക എന്നുള്ളതാണ്, അവകാശങ്ങളെ ലംഘിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുതിയ സംഘടനയ്ക്ക് തുടക്കത്തിൽ തന്നെ ആപ്പ് വീണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു പവർ ഗ്രൂപ്പൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ പേടി ഉണ്ടാകും, എങ്ങനെയായാലും ഇതിലൊക്കെ വന്നുപെട്ടാലും ഇനി ഫിലിം ചെയ്യാൻ കഴിയും എന്നുള്ള ഭയത്തിന്റെ പുറത്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു കല്ലുകളി തുടക്കത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ റീമാ കല്ലിൽ ആഷിഖ് അഞ്ജലി മേനോന് വിനയന് ലിജോ ജോസ് പല്ലിശ്ശേരി ഒക്കെ പറഞ്ഞത് ലിജോ ജോസ് പിന്മാറിയിരിക്കുന്നു, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിലൊന്നും സാധാരണക്കാരന് ഒരു റോളും ഇല്ല, താല്പര്യവും ഇല്ലാത്തൊരു ന്യൂസാണ്. എങ്കിലും ഇത് രാവിലെ റിപ്പോർട്ടർ ചാനൽ അവരുടെ റേറ്റിംഗ് കൂട്ടാനും അവർക്ക് ബിസിനസ് തന്നെയാണല്ലോ, അവരെ സംബന്ധിച്ചിട്ട് നാടെന്നാക്കാനെന്നൊക്കെ പറയും, പക്കാ ബിസിനസ്സാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ആ ബിസിനസിന്റെ റേറ്റിംഗ് കൂട്ടുന്ന ഭാഗമായിട്ട് അവിടെയും കൊളുത്തും ഇവിടെയും കൊളുത്തും, ലിജോന്റെ കൂടെ കൂടും, വിനയന്റെ കൂടെ കൂടും, റീമാ കല്ലികളുടെ കൂടെ കൂടും, ഈ സൂപ്പർ സ്റ്റാറുടെ കുറ്റം പറയും. അതുപോലെ ഫംഗ്ഷൻ ഓണുണ്ടെങ്കിൽ ഓരെ കൊണ്ടു നിർത്തി നല്ല റേറ്റിംഗ് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അത് പക്ക ഒരു ബിസിനസ്സാണ് റിപ്പോർട്ടർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നല്ലോണുണ്ടോ എല്ലാ മീഡിയകളും. എനിവേ, അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്, ഈ സാധാരണക്കാർക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് എന്നുള്ളത് ഉറച്ചു പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറയുന്നത്. നിങ്ങൾ പുതിയ ഒരു ചാനൽ കമ്മിറ്റി ഉണ്ടാക്കാതിരിക്കെ പൊളിക്കാതിരിക്കെ അതൊന്നും സാധാരണക്കാർ വിഷയമല്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ, നല്ല ഫിലിമാണോ അവർ കാണും, അവർക്കത് വിഷയമല്ല. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.